പാർട്ടി ഏതാണെന്ന് എഴുതി പാർട്ടിയുടെ പേര് പാർട്ടി. പ്രസിഡന്റ് ഇനി എപ്പോഴാ എഴുന്നള്ളുക? ഒരു വിദേശ ടൂറൊക്കെ എത്തി 2 ദിവസമായി എത്തിയിട്ട്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അല്ല മെമ്പറെ, വിദേശത്ത് നിന്ന് കൊണ്ട ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ലേ? ഗിഫ്റ്റ് എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. നമസ്കാരം. ആ, കവിയുണ്ടോ? വന്നല്ലോ. ഇപ്പൊ തുടങ്ങും യാത്ര പുളുവടിയെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ അജണ്ട. ഇതിലേ ഒരു പ്രാർത്ഥന ആയിക്കോട്ടെ. നമ്മുടെ ലക്ഷ്മിക്കുട്ടിയമ്മ നമ്പർ അങ്ങനെ പരിപാടി കൂടെ പതിവുണ്ടോ? കുഴപ്പമില്ല, അവരുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ. എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, ശരി. എല്ലാവർക്കും നമസ്കാരം. ചില അടിയന്തര തീരുമാനങ്ങൾ എടുക്കാനാണ് ഇന്നത്തെ സർവകക്ഷി യോഗം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. പ്രസിഡന്റ് അധ്യക്ഷതയിൽ ഇന്നത്തെ യോഗം ആരംഭിക്കുന്നു. ഈ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനാഗാനം, അതിനുവേണ്ടി മെമ്പർ ലക്ഷ്മിക്കുട്ടിയെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയൊന്നും വേണ്ട, ഇവിടെ പോയിട്ട് വേറെ പണിയുണ്ട്. യോഗം തുടങ്ങാൻ നോക്ക്. അല്ല, പ്രാർത്ഥനയൊക്കെ അജണ്ടയിലുണ്ടോ? പ്രാർത്ഥന ആയിക്കോട്ടെ, അതിലെന്താ കുഴപ്പം? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. ചില കാര്യങ്ങളിലൊക്കെ ഒരു കോംപ്രമൈസ് ആവാം. പ്രാർത്ഥിച്ച എല്ലാ കാര്യവും നടക്കൂച്ചാ പിന്നെ പ്രാർത്ഥന മാത്രം മതിയല്ലോ, വേറെ പഠിക്കൊന്നും പോണല്ലോ. അല്ല, അപ്പൊ ഒരു പാർട്ടി മാറിയോ? പാർട്ടി ഒന്നും മാറിയിട്ടില്ലല്ലോ. എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കൊടുക്കാൻ പറ്റും. പ്രാർത്ഥിച്ചോണ്ടെന്താ വിരോധം? നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാവരും കൂടിയിട്ട് കൂട്ട പ്രാർത്ഥന നടത്താനാ ഇവിടെ ഈ യോഗം വിളിച്ചിരുന്നത്. നിങ്ങളുടെ ആളഞ്ഞല്ലേ ലക്ഷ്മിക്കുട്ടി? ഇയാള് ഭയങ്കര റിബലാണ്. ഭയങ്കര ജനസമ്മതിയാണ്. ദയവായി എല്ലാവരും ബഹളം നിർത്തുക. മീറ്റിംഗ് തുടങ്ങാൻ അല്ലെങ്കിൽ സമയം വൈകിയിരിക്കുക. ലക്ഷ്മിക്കുട്ടിയമ്മ വരൂ, 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 വേഗം വരൂ. ആ, ചൊല്ലിക്കോളൂ. നമുക്കെല്ലാവർക്കും ഒന്ന് എണീറ്റ് നിൽക്കാം അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു കവിത എഴുതി ട്യൂണൊക്കെ ചെയ്ത് പാടിയത്. കലോത്സവത്തിന് അതിന് 2ാം സ്ഥാനമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കവിത ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം കേട്ടോ. വല്ലാതെ കഷ്ടപ്പെട്ട് കാണും. എത്ര ക്ലാസ്സിലാന്നാ പറഞ്ഞേ? 4ാം ക്ലാസ് ബി. സംശയം ഉണ്ടെങ്കിൽ മെമ്പറുടെ അടുത്തുള്ള ജാനി എടുത്തിയോട് ഒന്ന് ചോദിച്ചു നോക്ക്. മെമ്പർ ഒന്നും മിണ്ടാതിരിക്കണം. ഇതെന്താ കോമഡി ഫസ്റ്റാണ്? ഈ മീറ്റിംഗ് നന്നായി നടത്തി പോകേണ്ട ആളല്ലേ മെമ്പർ. ഇതെന്താ ഇങ്ങനെ? ഭൂലോക വിപ്ലവ നായകരാകും പൂക്കോട്ട് വിശ്വേട്ടൻ നീണാൾ വാഴേണം. നാടിൻ്റെ നന്മയ്ക്ക് കാരണഭൂതം സത്യവും ധർമ്മവും കാക്കുന്ന ദൈവം. പൂക്കോട്ട് വിശ്വേട്ടൻ നേരെ നിൽക്കുമ്പോൾ നോക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. ചന്ദ്രനല്ല അദ്ദേഹം, നക്ഷത്രമല്ല, മീനമാസത്തിലെ സൂര്യനാകുന്നു. ഈ പഞ്ചായത്തിന്റെ രക്ഷക വിശ്വ ഈശ്വരൻ തന്ന വരദാനം നീയേ. പ്രസിഡന്റിനെ പുകഴ്ത്തി പ്രാർത്ഥന ചെല്ലാനും അജണ്ടയിലില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമാണെങ്കിൽ ഈ യോഗത്തിൽ എനിക്ക് ഇരിക്കാൻ താല്പര്യമില്ല. ഞാൻ ഈ യോഗം ബഹിഷ്കരിക്കുകയാണ്. മെമ്പർ ഇരിക്കൂ, ഇരിക്കൂ. പ്രധാന അജണ്ട വരാൻ പോകുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള അജണ്ടയാണ്. മെമ്പർ വരുമോ? വന്നിരിക്കും. MLAക്ക് വേണ്ടി 200 സ്ത്രീകളുടെ കൈക്കൊട്ടികളി വെച്ചപ്പോൾ നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. പ്രസിഡന്റിനൊന്ന് പുകഴ്ത്തി പാടിയപ്പോൾ നിങ്ങൾക്കൊക്കെ പ്രശ്നമാണ്. ഇതിലെന്തോ ഒരു അന്തർധാരയുണ്ട്. നിങ്ങൾ തമ്മിലാണ് അന്തർധാര. MLA 21 തവണ കേസ് മാറ്റി വെക്കാണ്ട് ഇടപെട്ടപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു വിഷമം ഉണ്ടായില്ലല്ലോ. എന്നാലും പ്രസിഡന്റ്, നിങ്ങൾക്ക് നാണമുണ്ടോ സ്വയം പൊക്കി പാട്ട് എഴുതിക്കാൻ? മൊത്തം ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കും ലക്ഷ്മിക്കുട്ടി അല്ലേ? ഈ ഗാനത്തിന്റെ വരികൾക്ക് പിന്നിൽ പ്രസിഡന്റിന്റെ കറുത്ത കൈകളാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് വെച്ച നിങ്ങളുടെ പ്രസിഡന്റാണ് റോഡ് പണിയിൽ കൃത്രിമം കാണിച്ചത്. അയാളുടെ കൈകളാണ് ടാറി മുങ്ങി കറുത്തുപോയത്. ഇത്
കോടതി നടക്കുന്ന കേസാണ്. അതിനെപ്പറ്റി അഭിപ്രായം പറയണ്ട. അഭിപ്രായം പറഞ്ഞാൽ അത് കോടതി ഇലക്ഷനായിട്ട് മാറും. കഴിഞ്ഞ ഇലക്ഷനിൽ 14-ാം വാർഡിൽ നിങ്ങൾക്കൊരു മെമ്പർ ഉണ്ടായിരുന്നില്ലേ? എന്തൊക്കെ നിങ്ങൾ അവരെ കുറിച്ച് പാടി നടന്നിരുന്നത്? അവസാനം എന്നിട്ട് ഇപ്പം എന്തായി? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഈ കൈകൾ പരിശുദ്ധമാണ്. അത് കാലം തെളിയിക്കും. നിങ്ങളൊന്നും എത്ര കുരച്ചിട്ടും ഒരു കാര്യമില്ല. പ്രസിഡന്റ് അൺപാർലമെന്ററി ആയി വാക്ക് പിൻവലിക്കണം. പ്രസിഡന്റ് ഞങ്ങളെ നായോട് ഉപമിച്ചു. അതെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കൊരക്കൽ എന്നുള്ളത് ഒരു നാടൻ പ്രയോഗമാണ്. ഒന്ന് ഉറക്കെ സംസാരിച്ചാലും ഒന്ന് ഉറക്കെ ചുമച്ചാലും അതിന്റെ നാടൻ പ്രയോഗം അതാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ശബ്ദധാരാവിലെടുത്ത് നോക്കൂ. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നാടനാണ്, ജനകീയനോ. അതെ അതെ, നല്ല നടനാ. അതുകൊണ്ടല്ല ഈ പിടിച്ചു നിൽക്കുന്നത്. എന്നാലും എൻ്റെ പ്രസിഡന്റ്, നിങ്ങൾക്ക് നാണമില്ലേ ഇവരെ കൊണ്ടൊക്കെ പാട്ട് എഴുതിക്കാൻ? ഹേയ്, നിങ്ങൾ അനാവശ്യം പറയരുത്. ഈ പഞ്ചായത്തിലെ എൻ്റെ പ്രജകൾ, സോറി, ഈ പഞ്ചായത്തിലെ ജനങ്ങൾ, അവർക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണമാണ് ഈ കവിത. നിങ്ങളത് മനസ്സിലാക്കണം, മനസ്സിലാക്കിക്കൊള്ളണം. മനസ്സിലാക്കുന്നുണ്ട്. മെമ്പർ ദയവായിട്ട് ബഹളം നിർത്തി കാര്യത്തിലേക്ക് വരാം. ഈ പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്ന ഒരു 3 സ്റ്റാർ ഹോട്ടലാണ് ഇവിടെ വരാൻ പോകുന്നത്. അത് ഈ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ നാട്ടുകാരനും പ്രവാസിയും കക്ഷി രാഷ്ട്രീയങ്ങൾക്കൊക്കെ അതീതനുമായിട്ടുള്ള, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ദേവൻ മുതലാളിയാണ് ഈ ഉദ്യമം ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ ഭംഗിയായി അദ്ദേഹം അത് ചെയ്യും. നമ്മളുടെ കടമ അദ്ദേഹത്തോട് കൂടി ചേർന്ന് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. തങ്ങൾ മുസ്ലിം സ്കൂൾ പൊളിച്ചിട്ടല്ലേ നിങ്ങൾ ഈ സ്റ്റാർ ബാർ പണിയുന്നത്? തങ്ങൾ മുസ്ലിയാര സ്കൂളിലെ മാനേജ്മെൻ്റ് അടക്കം ഈ ദേവൻ മുതലാളി വാങ്ങി. പിന്നീട് ആ സ്കൂൾ അൺഎക്കണോമിക്കലാന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ പോളിസി പ്രകാരമാണ് അടച്ചത്, അല്ല അദ്ദേഹം അത് ബലമായിട്ട് കൂട്ടിയതല്ല. അപ്പോൾ അവിടെ പിന്നൊരു പുതിയ സംരംഭം വരുന്നതിന് എന്താ തെറ്റ്? പഞ്ചായത്തിൽ അനുമതിക്കായിട്ട് അപ്ലൈ ചെയ്താൽ പഞ്ചായത്തിനൊരു റവന്യൂ വരികയാണെങ്കിൽ പിന്നെ നമ്മളെന്തിനത് വേണ്ടാന്ന് വെക്കുന്നത്? അതിന് അനുമതി കൊടുക്കല്ലേ വേണ്ടത്. അപ്പം നമ്മുടെ മമ്മാലിക്കാൻ്റെ ചായക്കടയാണ്. അത് മമ്മാലിക്കാൻ്റെ വല്ലിപ്പൻ്റെ കാലത്ത് അവിടെ തുടങ്ങിയതാ. അത് അന്ന് തന്നെ പുറമ്പോക്കില്ല. പക്ഷേ ഇപ്പോൾ സ്കൂളിൻ്റെ സ്ഥലം അളന്നപ്പോഴാണ് അത് പുറമ്പോക്കില്ല എന്ന് മനസ്സിലായത്. അതവിടെ നിൽക്കാൻ കഴിയില്ല. അതെ, സർവേക്കല്ലും കിട്ടി. സെക്രട്ടറി പറഞ്ഞാൽ ശരി. എന്തായി പറയുന്നത്? തലമുറകൾ കൈമാറി വന്ന രുചിക്കൂട്ട് അത് മാറിപ്പോകയോ? നമുക്ക് ആ രുചി ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുമോ? എന്തായി പറയണ്? പരിപ്പുവടിയും പഴംപൊരിയും ബോണ്ടെങ്കിൽ എവിടെ ഉണ്ടാക്കിയാലെന്താ? ഏയ്, ആ കരിമ്പൊടിയും പിടിച്ച ചട്ടിയൊക്കെ ക്ലീൻ ചെയ്താ പഴയ ടേസ്റ്റൊക്കെ കിട്ടും. കെട്ടകാലത്തിന്റെ കറുത്ത അധ്യായമാണ് വ്യൂ സ്കൂൾ പൊളിക്കലിലൂടെ ഇവിടെ നടക്കുന്നത്. എൻ്റെ വിദ്യാലയം എന്ന കവിത ഇവിടെ പൊള്ളുന്ന യാഥാർത്ഥ്യമായി മാറുന്നു. ഘട്ടം, അല്ലാതെ എന്ത് പറയാൻ? കവി പറഞ്ഞത് ശരിയാണ്. ആ അക്ഷരമുറ്റത്ത് പിച്ച വെച്ചവരാണ് ഈ നാട്ടുകാരെല്ലാവരും. അതിനല്ലേ നമ്മുടെ ദേവൻ മുതലാളി അതിന് കുറച്ചപ്പുറത്ത് 5 വർഷം മുമ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയില്ലേ? അതിനുശേഷമല്ലേ അദ്ദേഹം ഈ സ്കൂളും മാനേജ്മെൻ്റ് ഒക്കെ മേടിച്ചത്. ഇപ്പം ആ സ്കൂളിലേക്കാണെങ്കിൽ ബസ്സും ഉണ്ട്. നമ്മൾ വീട്ടിൻ്റെ മുന്നിൽ കുട്ടികൾ നിന്നാൽ മതി, ബസ്സിൽ അവിടെ കൊണ്ട് കൊണ്ടുപോകും, തിരിച്ചും കൊണ്ടുവരും. നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ, ആ നല്ല മനസ്സുകൊണ്ടല്ലേ ദേവൻ മുതലാളി ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ ഈ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞതും സ്കൂൾ പൂട്ടിയതും. ഇത് അങ്ങേരുടെ കോർപ്പറേറ്റ് ബുദ്ധി, അതെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അല്ല മെമ്പറെ, അങ്ങനെ പറയരുത്. നമ്മുടെ നാടിൻ്റെ വികസനം, അതാണ് നമ്മുടെ പ്രസിഡന്റ് ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രസിഡന്റ് മുതലാളിയോട് സഹായം ചോദിച്ചിട്ടുള്ളത്. പണ്ടെടുക്ക 2 വീശണമെങ്കിൽ ടൗണിൽ പോകണം. ബാറ് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നടന്നു പോയി 2 വീശിക്കൂടെ? ഇത്ര സൗകര്യം എവിടെ കിട്ടുക? നാടിന്റെ വികസനത്തിനും കുടിയന്മാരുടെ സൗകര്യത്തിനും ബാറ് വന്നാൽ നടക്കുന്നുണ്ട് വെച്ചാൽ നടക്കട്ടെ, ബാറ് വരട്ടെ. അതിനിപ്പോ എന്താ? എന്റെ സന്തോഷം അതൊന്നല്ല. നമ്മുടെ നാട്ടിൽ തന്നെ എപ്പോ വേണമെങ്കിലും സാധനം കിട്ടുമല്ലോ. അതിന് ആരോട് തന്നെ അവിടെ കയറ്റുക? അവിടെ കയറണമെങ്കിൽ കോട്ടും സൂട്ടും പാൻറ്റൊക്കെ വേണം. കാൽസറായി ഇട്ടാലും ഇട്ടില്ലെങ്കിൽ 2 അടിച്ചാൽ പാമ്പാവും. സാധാരണ കുടിയന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക കൗണ്ടറും അതിലേക്കൊരു പ്രത്യേക ഗേറ്റും എല്ലാം അവിടെ ഉണ്ടാവും. അപ്പൊ ഞങ്ങളെന്താ 2ാം കുടിയിലെ മക്കളാ? അതിഥികളെ നമ്മൾ ബഹുമാനിക്കണ്ടോ? പ്രസിഡന്റ് നമ്മളൊരു മുത്താണല്ലോ, എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലും വികസിക്കണ്ടേ സുഹൃത്തുക്കളെ? ഇവിടെ ദേശാടന പക്ഷികളെ കാണാനും കണ്ടൽക്കാട് കാണാനും ഒക്കെ എത്ര വിദേശീയരാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മുടെ നാട്ടിലും ടൂറിസത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് സ്റ്റാർ ഹോട്ടലുകൾ വേണം, മറ്റ് സൗകര്യങ്ങൾ വേണം. അപ്പോഴല്ലേ നമ്മുടെ നാട് വികസിക്കുകയുള്ളൂ. എന്നും ഇങ്ങനെ ആയാൽ പോരല്ലോ. അതുകൊണ്ട് ഈ ബാർ ഹോട്ടൽ നമ്മളെ പഞ്ചായത്തിൽ തന്നെ വരണം.
ഇതിൽ ചരിത്രം രേഖപ്പെടുത്തും. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോഴാണ് ഇവിടെ ഇത്ര വലിയൊരു സംവിധാനം വന്നതെന്നുള്ളത്. മാത്രമല്ല എൻ്റെ കൂടെ ഒന്നിച്ചു നിന്ന നിങ്ങളെല്ലാവരും ചരിത്രത്തിൻ്റെ ഭാഗമാകും, ഒരു സംശയം വേണ്ട. ഒപ്പം നമ്മുടെ പോക്കറ്റും വികസിക്കും. പിന്നെ മറ്റൊന്ന്, അതിഥി ദേവോ ഭവ എന്നല്ലേ നമ്മുടെ എല്ലാ ഇതിലും പറയുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അതിഥികളെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കാം. അതാണ് നമ്മുടെ നാട്ടിൻ്റെ മര്യാദ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് വൈകിട്ട് 6 മണിക്ക് സന്ധ്യാസമയത്ത് ഓരോരോ പെഗൊഴിച്ച് ഒരു ബീഡിയും കത്തിച്ച് വലിച്ച് ഗ്ലാസുകൾ തമ്മിൽ മുട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടൊരു ചിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല നല്ല ഐഡിയ. ഹലോ ദേവ് സാർ, എവിടെ എത്തിയോ? ഇവിടെ ഉണ്ടോ? ആ പഞ്ചായത്ത് ഓഫീസിലുണ്ടോ? അന്ന് അങ്ങോട്ട് വരൂ, ഞങ്ങൾ മീറ്റിംഗ് ഹാളിലുണ്ട്, ഇങ്ങോട്ട് പോലും എല്ലാവരും ഉണ്ട്. അല്ല, താങ്കളൊന്ന് വന്നോളൂ, താങ്കളൊന്ന് വന്ന് എല്ലാവരും ഒന്ന് അഡ്രസ്സ് ചെയ്യാലോ, ഇവിടെ ഉണ്ട് എല്ലാവരും. ഓക്കെ, ശരി. ഷംസു, അവിടുത്തെ ദേവസാറ് വരുന്നുണ്ട്, അദ്ദേഹത്തെ കൂട്ടി ഇങ്ങോട്ട് വരൂ. ഒരു ചെയർ കൊടുത്തോളൂ അവിടെ കേട്ടോ. ഹായ്. ഓക്കെ ദേവ് സാർ, പ്ലീസ് പ്ലീസ്. ഇതൊരു ശരിയായ നടപടിയാണ്. ഇതിലൊന്നും സെക്രട്ടറി ഇടപെടേണ്ട. സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ നാടിൻ്റെ ബഹുമുഖ പുരോഗമനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ആളാണ് നമ്മളെ ദേവ് മുതലാളി. അദ്ദേഹം ആണ് നമ്മളപ്പോൾ ഈ പുതിയ പ്രോജക്റ്റ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രപ്പോസൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ ഇവിടെ പഞ്ചായത്തിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഇതിൻ്റെ പേപ്പർ വർക്കുമായിട്ട് പഞ്ചായത്തിൽ വന്നെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ക്ഷണിച്ചതാണ്. അപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റി നമ്മുടെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തില്ല. അദ്ദേഹത്തെ ഈ യോഗത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഇതിൽ എല്ലാവരെയും ഞാൻ പല പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും സാഹിത്യകാരന്മാരും എല്ലാവരെയും ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. വേണ്ട പോലെ നമ്മളുടെ സംസാരങ്ങളും കാര്യങ്ങളും പ്രൊജക്റ്റിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞ മാറ്ററാണ്. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ നാടിൻ്റെ മെയിനായിട്ട് ഒരു ബിസിനസ് സംരംഭം എന്നതിനേക്കാൾ കൂടുതൽ നാടിൻ്റെ പുരോഗതിക്കും അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ അപാര സാധ്യതകളുള്ള ഈ നാട്ടിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ കാര്യം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഇതിനാവശ്യമാണ്. അത് നിങ്ങളെല്ലാവരും തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ താങ്ക്സ്. ഇന്നത്തെ സർവകക്ഷി യോഗത്തിൻ്റെ ഏകണ്ഠമായ തീരുമാനം ഈ സ്റ്റാർ ബാർ ഹോട്ടലിന് അനുമതി നൽകാമെന്ന് ഇവിടുത്തെ പഞ്ചായത്ത് ബോർഡിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കുവാൻ വേണ്ട എല്ലാ നടപടികളും പ്രസിഡൻറ്റിൻ്റെ അനുമതിയോടുകൂടെ അറിയിക്കുന്നു. ശ്രീ കേശവദേവ് ഈ ബാർ ഹോട്ടലിൻ്റെ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം. അതിനുവേണ്ട അനുമതി നമ്മുടെ പഞ്ചായത്ത് പാസ്സാക്കുന്നു. എല്ലാവരും അംഗീകരിക്കുക എന്ന് വിചാരിക്കുന്നു. ഇക്കാര്യത്തിൽ ഞാൻ ശക്തിയായി വിയോജിക്കുന്നു. താങ്കളുടെ പുസ്തക പ്രകാശനമാണ് അടുത്ത അജണ്ട. ഞാനത് വിട്ടുപോയതാണ്. നമ്മുടെ പ്രധാന അതിഥിയെ കൊണ്ട് ആ പുസ്തകം പ്രകാശനം ചെയ്യിക്കാമെന്ന് ഞാൻ ഏൽക്കുന്നു. ഇപ്പോൾ ആ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ താങ്കൾക്ക് കൊണ്ട് മുന്നോട്ട് വരാം. ഇവിടെ വെച്ച് തന്നെ ആ ചടങ്ങ് നമുക്ക് നടത്താം. ഇദ്ദേഹത്തിൻ്റെ ഈ പുതിയ പുസ്തകം ഞാൻ നമ്മുടെ മുഖ്യാതിഥി ദേവ് സാറിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കവിയുടെ ഇനിയും പുതിയ പുസ്തകങ്ങൾ പബ്ലിക്കേഷൻ സമയത്ത് എൻ്റെ വക എല്ലാ സഹകരണങ്ങളും, സാമ്പത്തികമായും എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം അറിയിച്ചുകൊണ്ട് നന്ദി. താങ്കൾക്ക് 2 വാക്ക് സംസാരിക്കാവുന്നതാണ്. ഇത്രയും മഹാനായ ഒരു വ്യക്തിത്വത്തിൻ്റെ അതിനെനിക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടതിലും, പക്ഷെ അതോടൊപ്പം തന്നെ
അദ്ദേഹം ചെയ്തു തന്നിട്ടുള്ള ഈ ഉപകാരങ്ങളും ഈ നാട്ടിന് പോലും ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു, നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ 6 മണി വേഗം നോക്ക്. Cheers.